ഇപ്പം നിങ്ങൾക്ക് 8 ഇഞ്ചും 10 ഇഞ്ചും കൂടെ എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ബേസ് നല്ല ഫ്ലാറ്റ് ആണ്, അതുകൊണ്ട് ഷേക്കിങ്ങോ ബുബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. തിക്കായിട്ടുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ തീ അടിക്ക് പിടിക്കും, ഫുഡ് ചീത്തയാകും, കത്തിപ്പോന്നൊക്കെ പറയും. പ്രീ സീസൺഡാണ്, നിങ്ങൾക്ക് റെഡി ടു യൂസ്. നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളിലൊന്നായ ബ്രോൺസ് പാനയെ പറ്റിയാണ്. ബ്രോൺസ് പാന, ചിലതിനെ വെങ്കല ചട്ടി എന്നും ഇല്ലെങ്കിൽ ഓടിൻ്റെ ചട്ടി എന്നും ഇല്ലെങ്കിൽ ബ്രോൺസിൻ്റെ മിൽക്ക് പോട്ട് എന്നൊക്കെ പറയും. അങ്ങനെ പലയിടത്ത് പല പേരുകൾ പറയും. നമുക്ക് ഈ ഒരു ബ്രോൺസ് പാന കൊണ്ട് നമുക്കിത് നോൺ വെജ് ആയിക്കോട്ടെ വെജ് ആയിക്കോട്ടെ നമുക്കൊരു സാധാരണ ഒരു ചരുവത്തിലോ ഇല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനവും നമ്മൾ ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ടാമറിൻ്റെ അസിഡിക് ആയിക്കോട്ടെ, സിട്രിക് കണ്ടൻ്റൊക്കെ ഉള്ള ഏതായിക്കോട്ടെ, നിങ്ങൾക്കിത് ഇങ്ങനെയുള്ള എന്ത് പ്രൊഡക്ട്സും ഈ ഒരു ബ്രോൺസ് പാനയിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബ്രോൺസ് പാന ഏകദേശം 4 വേരിയേഷനിലായിട്ടാണ് കോമൺലി അവൈലബിൾ. 6 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച്, 10 ഇഞ്ച്. അപ്പോൾ പല സൈസ് നമ്മുടെ എന്താണോ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ബ്രോൺസ് പാന ഇതിന് എത്ര വെയിറ്റ് ഉണ്ടെന്നും ഇതിൻ്റെ കറക്റ്റ് ഈ ഡയമെൻഷൻ ഇത്രയൊക്കെ തന്നെ ഉണ്ടോ, അത് ഇത്തിരി കൂടുതലാണോ കുറവാണെന്നും ഇതിൻ്റെ ഹൈറ്റ് എത്ര ആണെന്നും ഇതിൻ്റെ അകത്ത് എത്ര കപ്പാസിറ്റി വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ എത്രയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് സൈസാണ് എനിക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളത്. കാരണം ഇപ്പോൾ 2 പേരുള്ള കുടുംബത്തിനുള്ളതല്ലല്ലോ ഒരു 4 പേരോ 5 പേരോ ഉള്ളത് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത്തിരി പായസം ഉണ്ടാക്കുന്ന ഒരാൾക്ക് പറ്റുന്നതല്ലല്ലോ ഒരു കുറേ പേർക്ക് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ പലതും പല സൈസ്. അപ്പോൾ സൈസ് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ വാട്ടർ കപ്പാസിറ്റി അറിയണം. അപ്പോൾ വാട്ടർ കപ്പാസിറ്റി ഒക്കെ അറിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഓരോ സൈസിൻ്റെ വാട്ടർ കപ്പാസിറ്റി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാനയാണ്. നമുക്കിത് എത്ര ഇഞ്ച് ഡയമീറ്റർ ഉണ്ടെന്നും ഹൈറ്റ് ഒക്കെ എത്ര ഉണ്ടെന്നും നമുക്ക് നോക്കാം. ഇത് ഏകദേശം ഒരു 17 സെൻറ്റിമീറ്ററോളം ഡയമീറ്റർ ഉണ്ട്. അതായത് ഏകദേശം ഒരു 6.5 6.75 അനുബന്ധിച്ചുള്ളൊരു ഡയമീറ്റർ ഉണ്ട്. നമുക്ക് ഹൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഏകദേശം ഒരു 9 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, അതായത് 3.5 ഇഞ്ചോളം ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ അടിയും നല്ല ബേസ് നല്ല ഫ്ലാറ്റൊക്കെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ബേസ് എത്ര ഉണ്ടെന്നും കൂടി നമുക്ക് നോക്കാം. ഏകദേശം ഒരു 9 സെൻറ്റിമീറ്ററോളമാണ് ഇതിൻ്റെ ബേസിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടി ഒന്ന് നോക്കാം. ഒരു 1.36 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ 1.36 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1.25 കിലോ ആ ഒരു വെയിറ്റൊക്കെ 1.25 1.5 അതിൻ്റെ ഇടയ്ക്കൊക്കെ നിൽക്കുന്നതായിരിക്കും ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മുടെ ഈ 6.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള ഈ പാനയിൽ നമുക്ക് എത്ര കപ്പാസിറ്റി വെള്ളം കൊള്ളും എന്ന് നോക്കാം. ഇത് 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു കപ്പാണിത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് ഏകദേശം ഒരു 1 ലിറ്ററാണ് ഇത് ഏകദേശം കൊള്ളുന്നത്. ഇവിടം വരെ ഏകദേശം 1 ലിറ്ററോളം ഇത് കൊള്ളുന്നുണ്ട് ഇത്. അപ്പോൾ ഇത് ഈ 6.5 സെൻറ്റിമീറ്റർ ഉള്ളത് 1 ലിറ്റർ കപ്പാസിറ്റി അപ്പോൾ ഇതിനുണ്ട്. ഇതപ്പോൾ നെക്സ്റ്റ് നമ്മുടെ സൈസാണ്. ഇത് ഏകദേശം 8 ഇഞ്ച് ഡയമീറ്റർ ഉണ്ട്. നമുക്കിത് 8 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 8 ഇഞ്ച് ഡയമീറ്റർ ഉണ്ട്. അതായത് ഒരു 20 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടെന്നും കൂടി നമുക്ക് നോക്കാം. ഏകദേശം 10 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്, അതായത് 4 ഇഞ്ച് ഹൈറ്റോളം വരുന്നത്. നമുക്ക് വെയിറ്റ് കൂടി നോക്കാം. ഏകദേശം 1.9 അതായത് 2 kgക്ക് അടുത്ത് ഒരു 1.25-2 കിലോയ്ക്ക് ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8 ഇഞ്ച് ഡയമീറ്ററുള്ള ഈ പാനയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എത്ര കപ്പാസിറ്റി കൊള്ളുമെന്ന് നോക്കാം. ഇത് ഒരു 1 ലിറ്റർ ഉള്ള ക്യാനാണ്. അപ്പോൾ നമുക്കിത് എത്ര കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. 1 ലിറ്റർ കൊണ്ടു. ഇത് 1/2 ലിറ്ററാണ്. അപ്പോൾ 1.5 ലിറ്റർ കൊണ്ടു. ഇത് 2 കൊള്ളുമോ എന്ന് നോക്കാം നമുക്ക്. 2 ലിറ്റർ കൊള്ളൂ. ഇത് ഫുള്ളി 2 ലിറ്റർ കപ്പാസിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇത് നമ്മുടെ നെക്സ്റ്റ് സൈസാണ്. ഏകദേശം 9 ഇഞ്ച് ഡയമീറ്റർ. നമുക്ക് നോർമലി ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് 6.5, 8, 9 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് എത്ര ഇഞ്ച് ഉണ്ടെന്ന് കറക്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ഇത് കറക്റ്റ് 9 ഇഞ്ച് വരുന്നുണ്ട്. അതായത് 23 സെൻറ്റിമീറ്ററോളം ഇത് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഹൈറ്റ് കൂടി നോക്കാം. 12 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് വരുന്നത്, അതായത് ഒരു 4.5 ഇഞ്ചിന് മുകളിലായിട്ട് വരുന്നുണ്ട്. നമുക്കിതിൻ്റെ വെയിറ്റ് കൂടി നമുക്കൊന്ന് നോക്കാം, എത്ര വെയിറ്റ് കറക്റ്റ് വരുന്നുണ്ടെന്ന്. ഇത് ഏകദേശം 2.9 കൂടി, അതായത് ഒരു 3 kgക്ക് കുറച്ചതാണ്. അപ്പോൾ ഒരു 2.5-3 കിലോയ്ക്കൊക്കെ ഇടയ്ക്ക് ഇതിൻ്റെ വെയിറ്റ് നിൽക്കുന്നതാണ്. ഞാൻ വെയിറ്റ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ എബ്രോഡ് വല്ലതും കൊണ്ടുപോകണമെങ്കിലോ ഒക്കെ വെയിറ്റ് കറക്റ്റ് അറിയണമല്ലോ നമുക്ക് പാക്ക്. അതിനാണ് നമ്മൾ വെയിറ്റ് കറക്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇത് 9 ഇഞ്ച് പാനയ്ക്കകത്ത് നമുക്ക് എന്ത് കപ്പാസിറ്റി കൊള്ളുമെന്ന് നോക്കാം. ഇത് 1 ലിറ്ററുള്ള കപ്പാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ. ഏകദേശം 3.5 ലിറ്റർ കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പോൾ ഒരു 9 ഇഞ്ച് പാനയ്ക്കകത്ത് നമുക്ക് 3.5 ലിറ്ററോളം വെള്ളം ഇതിനകത്ത് കൊള്ളുന്നതാണ്. ഇതപ്പോൾ നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസാണിത്. ഇത് നമ്മൾ റെയറായിട്ടാണ് ഇതങ്ങനെ ഉണ്ടാക്കാറുള്ളത്. ഇത് നമുക്ക് എത്ര ഡയമീറ്റർ കറക്റ്റ് ഉണ്ടെന്ന് നോക്കാം.
ഇത് ഏകദേശം ഒരു 25 സെൻറ്റിമീറ്ററോളം ഇതുണ്ട്. ഇത് നമുക്കിനി എത്ര ഹൈറ്റ് ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കാം. ഏകദേശം ഒരു 14 സെൻറ്റിമീറ്ററോളം ഹൈറ്റ്, അതായത് 5.5 5.75 ഇഞ്ചോളം ഹൈറ്റാണ് ഇതിന് വരുന്നത്. ബേസൊക്കെ നല്ല ഫ്ലാറ്റാണിത്. നമുക്കിത് എത്ര വെയിറ്റ് ഉണ്ടെന്നും കൂടി ഒന്ന് നോക്കാം. ഒരു 3.5 കിലോയ്ക്ക് അടുത്തൊക്കെ ആയിട്ട് 3.4, അപ്പോൾ ഒരു 3.25 കിലോയ്ക്കൊക്കെ അടുത്തായിട്ടായിരിക്കും ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് 10 ഇഞ്ച് ഉള്ള പാനയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ലിറ്റർ നമുക്ക് കപ്പാസിറ്റി കൊള്ളുമെന്ന് നമുക്ക് നോക്കാം. ഇത് 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള കപ്പാണ്. ഏകദേശം ഒരു 4.5 ലിറ്ററോളം ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി നിൽക്കുന്നതാണ്. അപ്പോൾ 10 ഇഞ്ചായിട്ടുള്ളൊരു പാനയ്ക്കകത്തൊരു 4.5 ലിറ്റർ കപ്പാസിറ്റി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാന വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏത് സൈസിലുള്ളതാണ് നിങ്ങളുടെ അനുയോജ്യമായിട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഇനി പല സൈസിൽ നിങ്ങൾക്ക് പല യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് 8 ഇഞ്ചും 10 ഇഞ്ചും കൂടെ എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബ്രോൺസ് പാനയുടെ ഇപ്പോൾ താഴത്തെ ഇത് കണ്ടല്ലോ, ബേസ് നല്ല ഫ്ലാറ്റാണ്. അതുകൊണ്ട് ഷേക്കിങ്ങോ ബുബ്ലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ നല്ല തിക്കായിട്ടുള്ള ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സാധാരണ ചിലപ്പോൾ ഇപ്പോൾ പറയും ഈ സ്റ്റീൽ യൂട്ടൻസിലോ ഇല്ലെങ്കിൽ അലൂമിനിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ പറയും തീ അടുക്കി പിടിക്കും, ഇല്ലെങ്കിൽ ഫുഡ് ചീത്തയാകും, കത്തിപ്പോകുന്നൊക്കെ പറയും. ഈ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല, കാരണം നല്ല തിക്കായിട്ടുള്ള ബേസാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അടുക്കി പിടിക്കുന്ന ഇഷ്യൂസോ ഒന്നും ഇതുപോലുള്ള ബ്രോൺസ് പാനയ്ക്കകത്തൊന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പണ്ടത്തെയൊക്കെയുള്ള ബ്രോൺസ് യൂട്ടൻസിലൊക്കെ സീസൺ ചെയ്യണമായിരുന്നു. ഇപ്പോഴത്തെ മെരുക്കിയൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പോഴത്തെ ഇതുപോലുള്ള നമ്മുടെ ബ്രോൺസ് പാനകളോ ഒന്നും കാര്യങ്ങളോ സീസൺ ചെയ്തോണ്ടല്ല. ഇതെല്ലാം പ്രീ സീസൺഡാണ്. നിങ്ങൾക്ക് റെഡി ടു യൂസ്. നമുക്കിത് വാങ്ങിച്ച ഉടൻ തന്നെ നിങ്ങൾക്കിത് ഡെലിവേർഡ് ആയി കഴിഞ്ഞ ഉടൻ തന്നെ സാധാരണ ഒരു യൂട്ടൻസിൽ നിങ്ങൾ കഴുകി വൃത്തിയാക്കി നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകുക, യൂസ് ചെയ്യാൻ, നേരെ ഡയറക്റ്റ് നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ. ഒരു തരത്തിലുള്ള പ്രീ സീസണിങ്ങോ ഒന്നും വേണ്ട ആവശ്യമില്ല. പാനയുടെ 2 സൈഡും നല്ല ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ പണ്ടുള്ള കുറച്ച് ഒരു റഫ് ഒക്കെ ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. ഇപ്പോഴത്തെ ആ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ 2 സൈഡ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യുകയോ ഇല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് പാന, ഇപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് യൂസ് ചെയ്തത്, തുടക്കത്തിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം മാക്സിമം മീഡിയം ഫ്ലെയിമിലൊക്കെ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്യുന്നതിന് ഉടൻ തന്നെ എടുത്ത് വാഷ് ചെയ്യരുത്, ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഇതെല്ലാം ഫുള്ളൊന്ന് കൂൾ ഡൗൺ ഒക്കെ ചെയ്ത് തുണി കൊണ്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ വാഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഉള്ള ഒരു മൈൽഡായിട്ടുള്ള സോപ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മെറ്റൽ സ്ക്രബ്ബർ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് സാധാരണ സോഫ്റ്റ് സ്ക്രബ്ബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു പാത്രം നിങ്ങൾ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇല്ലെങ്കിൽ വാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു തുണിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് തുടച്ചിട്ട് നിങ്ങൾക്ക് ഉണക്കി വെക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ഥലത്തോ ഒന്നും കാര്യങ്ങളോ വെക്കാൻ പാടില്ല, കാരണം ക്ലാവ് ഒക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബ്രോൺസ് ആണ്, ഉറപ്പായിട്ടും കളർ ഫെയ്ഡ് ഉണ്ടാകും. അത് ഓക്സിഡേഷൻ കാരണമാണ്, അതല്ലാതെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കുറവ് കൊണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ബ്രോൺസ് ആണോ അത് ഇത്തിരി കഴിയുമ്പോൾ കളർ ഫെയ്ഡ് ആവും. ഇപ്പോൾ കളർ ഫെയ്ഡ് ആയത് നിങ്ങൾക്കിപ്പം എന്നൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരു മാസത്തിലോ ഇല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോഴോ നിങ്ങൾക്കിപ്പം ഈ ബ്രാസ് ക്ലീനിങ് പൗഡേഴ്സ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പം നാരങ്ങ കൊണ്ടോ ഇല്ലെങ്കിൽ ടാമറിൻ്റെ ഒക്കെ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന ഇഷ്ടംപോലെ രീതിയുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് എപ്പോഴും നിൽക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. കാരണം ഇത് നല്ല ഷൈനായിട്ട് നിൽക്കുവാണ്. ഇത്തിരി കഴിയുമ്പോൾ ഇത് ഒരു ഡള്ളൊക്കെ ആവും, കളറൊക്കെ ഇത്തിരി മങ്ങും. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ പേടിക്കോ വറി ചെയ്യോ ഇല്ലെങ്കിൽ എൻ്റെ സാധനം ഞാനെടുത്ത തീരുമാനം തെറ്റാണോ ഇല്ലെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ടും തീർന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാണും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ഒരു പാന ഇപ്പോൾ നമുക്ക് 6 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്, 9 ഇഞ്ചുണ്ട്, 10 ഇഞ്ചുണ്ട്. ഇനി ഇതിന് മേളിലൊക്കെ വലുതായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം മെയ്ഡും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പാന നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ www.manarcraft.com നമ്മുടെ വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്ത് അവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണം, അങ്ങനെയാണെങ്കിൽ മാന്നാർ നമുക്കൊരു എക്സ്പീരിയൻസ് സ്റ്റോർ ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ മാന്നാർ മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്കൊരു എക്സ്പീരിയൻസ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ അവിടെയും വരാം നിങ്ങൾക്ക്. ഇനി അതല്ല വരാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കൊന്ന് നേരിട്ട് ഈ വീഡിയോ ഒന്നും കണ്ടാൽ പോരാ, നിങ്ങൾക്ക് നേരിട്ടൊന്ന് കാണണമെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്.
നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ തീർക്കുന്നതാണ്. നമ്മുടെ എക്സ്പേർട്സ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങളുടെയൊക്കെ എന്തോ ഡൗട്ട്സ് ഉണ്ടോ ആ ഡൗട്ട്സ് ഒക്കെ തീർത്തിട്ടേ നിങ്ങൾ വാങ്ങാവുള്ളൂ. അപ്പോൾ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അവർ തീർക്കുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് അവർക്ക് ഉപയോഗപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.